രണ്ടല്ല 10-35 ആൾക്കാർ ഒറ്റ മൈൻഡ് ആയ എങ്ങനെ ഉണ്ടാവും എന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുബൈ ബാങ്കുമാണ് നേരെ ചോദിക്കാൻ കൊടുത്തിട്ടില്ല, അപ്പൊ പുട്ടിട്ട് ഇറങ്ങിക്കണോ. നിങ്ങൾ തമിഴ്നാട് കൂടെ പാസ് ചെയ്ത് എങ്ങോട്ട് ടൂറോ നിൽക്കണല്ലാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം പറഞ്ഞു, പ്ലാസ്റ്റിക് കൊണ്ട് വൈക്ക് പോകാൻ നിൽക്കണ്ട. ഈ തുറപ്പന്റെ കൈ കിട്ടി ഞങ്ങൾ ഊറ്റി വിടും. ചപ്പാത്തി കമ്പനിത്തെ പൊറാട്ടയും ഹോം മെയ്ഡ് ചിക്കൻ കറിയും കട്ടൻ ചായയും കൂട്ടി ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു. പൊറാട്ടനെ പറ്റി അഭിപ്രായം? അടിപൊളി. ബീഫില്ല, ചിക്കൻ കറിയിൽ ബീഫ്. ഒറ്റ മൈൻഡ് ട്രിപ്പിൽ ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ വന്നത് ഇതാണ്. അതിന്റെ ഉള്ളിൽ കയറി കേരളത്തിന്റെ 10-11 ജനങ്ങൾ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് തോന്നുന്നു അത്രയ്ക്ക് തിരക്ക്. ഇവിടെ പറയുകയാണെങ്കിൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പിന്നെ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ അടിപൊളി. കപ്പിൾസിന് പറ്റിയ ആരുമില്ല, അടിപൊളി ആരുമില്ല. ഫസ്റ്റ് ഇങ്ങനെ കാടൊക്കെ ഉണ്ട്, അപ്പുറത്ത് കാടൊക്കെ ഉണ്ട്. അതിനെന്താ ഓക്സിജൻ ഒക്കെ കിട്ടും, ഓക്സിജൻ. ഞങ്ങളങ്ങനെ കാടിന്റെ കാര്യം സംസാരിച്ചിട്ടുള്ളൊക്കെ 2-3 കുട്ടികൾ എവിടുന്നോ വണ്ടി എനിക്ക് ആലോചിച്ചാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ നടക്കുന്നത് വലിയൊരു സംഭവത്തിലെ അളപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബാനസൂർ ഡാം കാണാനാണ്. നാട്ടിലൊക്കെ സൂര്യൻ നമ്മൾ ഉമ്മച്ച് വിടുള്ളൂ, ഇവിടുത്തെ സൂര്യൻ പീഡിപ്പിച്ചൊക്കെ വിട്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് എനിക്ക് കാക്കച്ചൊന്ന് ഫേഷ്യൽ ചെയ്തതല്ല, സൺസ്ക്രീൻ തേക്കുന്നത്. ഇത് മുസ്താഖിന്റെ സൺസ്ക്രീൻ ആണ് പറഞ്ഞാണ് ഞാൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ലുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറുക. നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു താത്തൊന്നും ഒരു കാറ് മതിൽ. എനിക്ക് ഇങ്ങോട്ട് ഒന്നേ പറയാനുള്ളൂ, വെക്കേഷൻ ആണ്, റോഡ് ഫുള്ള് തിരക്കാണ്, എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കും. വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാൻ നിൽക്കണോട് ടിപ്പായിട്ട് ഒരു കാര്യം പറഞ്ഞത്, തണുപ്പുണ്ടെന്ന് കരുതി ആരും വയനാട്ടിൽ പോകാൻ നിൽക്കണം. പോയത് എനിക്കൊരു പ്രശ്നമല്ല. ഇതേമാതിരി ഷവായി കുത്തി കോയിമാതിരി നിങ്ങൾ ചൂടത്ത് പോകുന്നുള്ളൂ. വയനാട്ടിലെ ബ്ലോക്കിൽ രക്ഷപ്പെട്ട് ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് ഇങ്ങോട്ട്. ഇതാണ് കാരപ്പുഴ മെഗാ ടൂറിസ്റ്റ്. എല്ലാവരോടും ഫാമിലി ഫോട്ടോ പോസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അവസാനം ഫാമിലി ഫോട്ടോ എടുത്തരാൻ ആളി. അവസാനം ചെറിയ കുട്ടി വേണ്ടത് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ കിട്ടാം. ഇതിന്റെ ഉള്ളിൽ ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിട്ടും ഇവിടെയൊക്കെ ഒരു കാക്ക വെട്ടിട്ട വായത്തണ്ടമാതിരി കടന്നു. ഞങ്ങൾ രണ്ടാളും വേണം ഐക്ക് കയറാൻ പോയപ്പോഴാണ് ഇവിടെ രണ്ടാൾക്കാരും എല്ലാവരും കാണാതെ ഓരോ റൈഡും കഴിഞ്ഞ് ഇറങ്ങി വന്ന പോലും പറഞ്ഞിട്ട് കയറേണ്ട വലിയ രസമൊന്നുമില്ല. അതുകൊണ്ട് മാത്രം ഞാനും ഇവനും കയറി, അല്ലാതെ പേടിയൊന്നുമല്ല കേട്ടോ. രാത്രി തിരിച്ച് പെരീക്ക് പോകുമ്പോ നല്ല ഉറക്കേനി, അറിയാതെ ഉറക്കം നീച്ചപ്പോ കണ്ട കാഴ്ചയാണ്. ഇവൻ ഉറങ്ങാണോ അതോ മാസം ആറ്റിറ്റ്യൂഡ് ഇരിക്കണോ നിങ്ങളെ ഞാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നാടുകാണി ചോർത്തുമ്പോൾ ഒരു ചായയും കുടിച്ച് നമ്മൾ നേരെ പെരീക്ക് പോയി. അപ്പൊ ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.